ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ് തയ്യാറാക്കുന്നത്. അത് മിക്കവാറും ആൾക്കാർക്ക് തമിഴ്നാട്ടിലുള്ളവർക്ക് അറിയാം. അതായത് ഉദരരോഗങ്ങൾക്ക് ഏറ്റവും നല്ല രീതിക്ക് ചെയ്യുന്ന ഒരു ഡിഷാണ്. അപ്പോൾ അത് മുരിങ്ങക്കായ വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ചേർക്കുന്ന ഓരോന്നും ഒട്ടേറെ ഹെൽത്ത് ബെനിഫിറ്റ്സ് കിട്ടുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ ഇത് പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്കാണ് അധികം ഇത് ഉപയോഗിക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചതിന് ശേഷം എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ്. അത് ഒരു കുഴപ്പമില്ല ആർക്ക് ഉപയോഗിക്കുന്നതിനും. പക്ഷേ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളവർക്ക് ഇത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആരോഗ്യത്തിനും ഉദരരോഗങ്ങൾക്കും പറ്റിയ ഒരു ഡിഷാണ്. വളരെ ശ്രദ്ധിച്ച് ഇത് കാണുക കേട്ടോ. അപ്പോൾ അതിനാവശ്യം നമുക്ക് മുരിങ്ങക്കായാണ്. അപ്പോൾ ഇത് സീസണാണ്, മുരിങ്ങക്കായ കിട്ടുന്ന സമയമാണ്. അപ്പോൾ മുരിങ്ങക്കായ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാം. ആദ്യം തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. അത് മുരിങ്ങക്കായ കട്ട് ചെയ്യുന്ന അതേ രീതിക്ക് തന്നെ ചെയ്യേണ്ടത്. അത് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് കോൽപ്പുളി, അതൊരു ചെറുനാരങ്ങ വലുപ്പമുള്ള ചെറുനാരങ്ങയുടെ അത്രയും വെള്ളത്തിലിട്ട് കുതിർത്തി വെക്കുക. പിന്നെ നമുക്ക് വേണ്ടത് മല്ലി, കടലപ്പരിപ്പ്, ജീരകം, കുരുമുളക്, ഉഴുന്ന്, അയമോദകം. അപ്പോൾ അയമോദകം ഇതിൽ വിശേഷപ്പെട്ടതാണ്. അപ്പോൾ അത് കൂടാനൊന്നും പാടില്ല. വളരെ കുറവേ നമ്മൾ ചേർക്കുന്നുള്ളൂ. അയമോദകത്തിന് ഒട്ടേറെ ഗുണങ്ങളുള്ളതാണെന്ന് നിങ്ങൾക്കറിയാലോ. അതായത് അയമോദകം എന്നും പറയും, അജ്വൈൻ എന്ന് പറയും. അപ്പോൾ അത് കിലോയ്ക്ക് 360 രൂപയോ മറ്റോ ആണ്. 100 ഗ്രാമിന് ഒരു 59-60 രൂപ വരും. പണ്ട് മുതലേ തന്നെ ഇത് നമ്മൾ ഉദരരോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഏറ്റവും നല്ലതാണ് ദഹന സംബന്ധമായ ഏത് പ്രശ്നത്തിനും നമ്മളിത് തിളപ്പിച്ച് കുടിക്കും. അപ്പോൾ ഇത് മുഴുവനും നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കുക. അധികം ഓയിലൊന്നും ഇതിന് ഉപയോഗിക്കില്ല. ആ കാച്ചുന്ന അത്രയും തന്നെ, അതായത് കുറച്ച് വെളിച്ചെണ്ണ ഇതിന് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തീ കുറച്ച് വെച്ചുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അടി കട്ടിയുള്ള ഒരു പാത്രം വേണം ഇത് വറുക്കാനായിട്ട്. അപ്പോൾ അത് വറുത്ത് മാറ്റി വയ്ക്കുക. ചൂടാറിയതിന് ശേഷം അത് പൊടിച്ചെടുക്കണം. പിന്നെ മുരിങ്ങക്കായ കട്ട് ചെയ്തത് നമ്മൾ സ്റ്റീമറിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കുക. വെള്ളത്തിലിട്ട് ചെയ്യരുത്. ആവി കയറ്റിയെടുക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടുന്നില്ല. അത് വെന്ത് കിട്ടും. ഒരുപാട് വേവിക്കാനും പാടില്ല. ഒരു സാധാരണ വേവിക്കുന്ന അത്രയും വെന്തുടയൊന്നും ചെയ്യരുത് കേട്ടോ. പിന്നെ ആ ചട്ടിയിൽ തന്നെ നമ്മളത് ചൂടാറിയപ്പോൾ അതെടുത്ത് മാറ്റിയതിന് ശേഷം ആ ചട്ടിയിൽ തന്നെ കുറച്ച് വറമുളക് എടുക്കുക. അതൊരു എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. കൂടുതൽ എരിവ് ഉപയോഗിക്കുന്നവർക്ക് അത്രയും എടുക്കാം. ഇതൊരു 7-8 എടുത്തിട്ടുണ്ട്. അധികം എരിവൊന്നുമില്ല. അപ്പോൾ അത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. കളറ് മാറണ്ട, വല്ലാണ്ട് കരിയൊന്നും വേണ്ടെന്ന് അർത്ഥം. ഇങ്ങനെ വറുത്ത് കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മൾ പൊടിക്കുകയാണ്, നന്നായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ചേർക്കുന്ന മറ്റുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ജീരകമാണ്, പിന്നെ കടലപ്പരിപ്പുണ്ട്, കുരുമുളകുണ്ട്, പിന്നെ ഉഴുന്നുണ്ട്, പിന്നെ മല്ലിയുണ്ട്. മല്ലി ഹോളായിട്ട് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എല്ലാം അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. പിന്നെ കറിവേപ്പിലയുണ്ട്. അപ്പോൾ അതും ഇതിൽ നമുക്ക് കറിവേപ്പില നമുക്ക് നല്ലതാണല്ലോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ചിലർ ഇതിൽ കുറച്ച് ചുക്കുപൊടി കൂടെ ചേർക്കും. അത് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് എണ്ണ, ഇത്ര തന്നെ എണ്ണ ഇതിനാവശ്യമുള്ളൂ കേട്ടോ. ഇത് നമ്മൾക്ക് കുറേ ദിവസം ഉപയോഗിക്കാനായിട്ട് പറ്റും. ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ച് വറ്റിച്ച് വീണ്ടും വെക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു 6-7 ദിവസത്തോളം നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും. പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്കാണെന്ന് വെച്ചാൽ ഇത് കൂട്ടിയിട്ടാണ് ചോറുണ്ണ. അപ്പോൾ കടുക് ഇടട്ടെ കേട്ടോ. കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം ഉലുവ ഇടുക, പിന്നെ കറിവേപ്പില ഇടുക, പിന്നെ വറമുളക് ഇടുക. സാധാരണ നമ്മൾ ചെയ്യുന്ന വറുത്തിടാനുള്ള ആ രീതിക്ക് തന്നെ ചെയ്യുന്നത്. വളരെ കുറച്ച് കാര്യങ്ങളെ ഇതിന് ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷേ എല്ലാം നമുക്ക് ഒട്ടേറെ ഹെൽത്ത് ബെനിഫിറ്റ്സ് കൊടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ മുരിങ്ങക്കായ ആണെങ്കിൽ ഹാർട്ട് ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുകയാണ്, ഇൻഫ്ലമേഷനെ റിഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബ്ലഡിനെ ഡീടോക്സിഫൈ ചെയ്യാനും ഈ മുരിങ്ങക്കായ്ക്ക് സാധിക്കും. പിന്നെ ലിവറിൻ്റെ നറിഷ് ചെയ്തിട്ട് പിന്നെ നല്ല രീതിയിൽ കൊണ്ടുവരാനും പിന്നെ ഡൈജഷനും വളരെയധികം സഹായിക്കും ഈ കറി നമ്മൾ കൂട്ടി കഴിക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചുവന്നുള്ളി അല്ലെങ്കിൽ സവോളയും കൂടി ഇട്ട് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഈ എണ്ണയിൽ തന്നെ അങ്ങോട്ട് വാട്ടിയെടുക്കുക കേട്ടോ. ഒരുവിധം വാടി കഴിയുമ്പോൾ നമുക്ക് പുളി പിഴിഞ്ഞ നന്നായിട്ട് തിരുമ്പി ഞരടി പിഴിഞ്ഞ് അവിടെ മാറ്റി വയ്ക്കുക. കുറച്ചൊരു 3/4 ഗ്ലാസോളം വെള്ളത്തിൽ അത് വേണം അത് കലക്കാൻ. ഇപ്പോൾ ആവശ്യത്തിനുള്ള മഞ്ഞൾ ഇട്ട് കൊടുക്കുക കേട്ടോ. മഞ്ഞൾ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കുന്ന മഞ്ഞൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക.
ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. കരിയാനൊന്നും പാടില്ല കേട്ടോ. ഒന്ന് തീ കുറച്ചിട്ട് വേണം ഇത് വാട്ടിയെടുക്കാനായിട്ട്. ഇപ്പോൾ ഏകദേശം വാടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് നമുക്ക് മുരിങ്ങക്കായ ഇട്ട് കൊടുക്കണം. അപ്പോൾ മുരിങ്ങക്കായ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മൂടി ഞാൻ മാറ്റി വെച്ചു കേട്ടോ. ഇനി നമ്മൾക്ക് അതിപ്പോൾ ചെക്ക് ചെയ്യുക അത് വെന്തിട്ടുള്ളോ ഇല്ലേ എന്നുള്ളത്. വല്ലാതെ വേവ് കുറയ്ക്കാനൊന്നും പാടില്ല. അപ്പോൾ പുളി പിഴിഞ്ഞ് ഒഴിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പുളി നന്നായിട്ട് ഞരടി പിഴിയണം. അപ്പോൾ അതിൻ്റെ എല്ലാതും ഇങ്ങോട്ട് കിട്ടുമല്ലോ. എന്നിട്ട് ബാക്കി ഇങ്ങോട്ട് കളയുക. എന്നിട്ട് ഈ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതിൽ മുമ്പായിട്ട് നമ്മളിപ്പോൾ പൊടിച്ച പൊടി ഉണ്ടല്ലോ, അത് എരിവിനനുസരിച്ച് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. നല്ല ഫ്ലേവറാണ് ഇതിന് കേട്ടോ. ഇത് പൊടിച്ച് നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ചമ്മന്തി പൊടിയൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്താൽ നല്ല ഫ്ലേവറായിരിക്കും കേട്ടോ. അപ്പോൾ ഹോളായിട്ടുള്ള മല്ലിയും ഒക്കെയാണ് നമ്മൾ അതിലിട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വറ്റി വരുമ്പോൾ ഏകദേശം നന്നായിട്ട് അതിൻ്റെ കുത്തുമണം മാറണം. അതുവരയ്ക്ക് ഇത് തിളയ്ക്കണം. അത് തിളച്ചതിന് ശേഷം നമ്മൾ ഈ മുരിങ്ങക്കായ അതിലേക്ക് ഇട്ട് കൊടുക്കും. അതിന് മുമ്പായിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ മുരിങ്ങക്കായ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് ശർക്കര കൂടി ചേർക്കണം. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1 ടേബിൾ സ്പൂൺ ശർക്കര 1 മുതൽ 1.5 വരെ ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യം നോക്കുക. ഉപ്പ് ഇനിയും ആവശ്യമുണ്ടെങ്കിൽ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തിളച്ച് മറിയണം കേട്ടോ. നന്നായിട്ട് തിളച്ച് മറിഞ്ഞ് ഏകദേശം ഒന്ന് എല്ലാതും അവിടുത്തൊന്ന് തിള എത്തണം. ഈ സമയം ഒന്ന് ചെക്ക് ചെയ്യുക. ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. എരിവ് നോക്കുക. എരിവ് കുറവാണെങ്കിൽ ആ പൊടി ഒന്നും കൂടെ 1 ടേബിൾ സ്പൂണും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഈ മുരിങ്ങക്കായ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ പ്രസവിച്ച് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്നത് മുരിങ്ങയുടെ ഇല പിഴിഞ്ഞ് നീര്, അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കറി വെച്ച് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ കറി വെച്ച് കൊടുക്കുമ്പോൾ കുറേ ദിവസത്തിന് ഇത് ഉപയോഗിക്കും. എല്ലാ ദിവസവും എടുത്തു കഴിഞ്ഞതിന് ശേഷം തിളപ്പിച്ച് വറ്റിച്ച് വൈകുന്നേരം വയ്ക്കുക. പിറ്റേ ദിവസം എടുക്കാം. അങ്ങനെയാണ് ഇവിടെ പ്രസവരക്ഷയായിട്ട് കൊടുക്കുന്ന കറിയാണ്. അപ്പോൾ ഇത് കൂട്ടിയിട്ടാണ് ഊണ് കഴിക്കുക. അപ്പോൾ നോണൊന്നും കഴിക്കാത്തവരാണെങ്കിൽ ഇതുപയോഗിച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ സാധാരണ പ്രസവത്തിനൊക്കെ ഒരുപാട് സൂപ്പ് പിന്നെ പലതരത്തിൽ ആണ് കൊടുക്കുക. അത് ഒരുപാട് കൊഴുപ്പ് കൂടിയ കാര്യങ്ങളാണ് കൊടുക്കാറ്. അപ്പോൾ അത് ഈ കാലഘട്ടത്തിൽ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇതുപോലെ നമ്മൾക്ക് വളരെ അടുത്ത് കിട്ടുന്ന മുരിങ്ങയുടെ ഇല, മുരിങ്ങക്കായ, ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾക്ക് ഹെൽത്ത് കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ പിന്നെ വേറൊരു വഴിക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ. കൂടുതൽ കൊഴുപ്പ് കൂടിയ കാര്യങ്ങളൊക്കെ നമ്മൾ അകത്താക്കി പിന്നീട് ആ കൊഴുപ്പ് കുറയ്ക്കാനായിട്ട് നമ്മൾ കുറേ കൊല്ലങ്ങളോളം പ്രയത്നിക്കേണ്ടി വരും. അതിലും ഭേദം നമ്മൾക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ ശീലമാക്കണതാണ് നല്ലത്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും അത് തയ്യാറാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ആർക്കായാലും ഇപ്പോൾ പ്രസവിച്ച് കിടക്കണമെന്നവർക്ക് തന്നെ വേണമെന്നൊന്നുമില്ല. ആർക്കും ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, വീണ്ടും കാണാം. ബൈ.